തൃശ്ശൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി സംസാരിക്കേണ്ട ഒരു വൻതോതിലുള്ള നിയമപരമായ ഇടപെടൽ ചെന്ന് പതിക്കേണ്ട ഒരു മേഖലയുണ്ട്, സഹകരണ മേഖല. ഇവിടെ ഒരു കരുവന്നൂർ സമരവും പദയാത്രയും നടത്തിയത് ഒരു കൊടിയും പിടിച്ച് ഞാൻ നടന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് ചുറ്റിലും, എനിക്ക് മുന്നിലും പിന്നിലും ഒക്കെ നടന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്. അത് തൃശ്ശൂർക്കാരുടെ സമരമാണ്, എൻ്റെ സമരമാണ്. അപ്പോൾ ഒരു സമരത്തിൽ അത് അവസാനിക്കില്ല. അതിന് നിയമപരമായ നടപടികളെല്ലാം ഒരു വശത്തു കൂടി വരുന്നുണ്ട്. അതിനെ വിമർശിച്ചുമൊക്കെ ഈ ഡീലാക്കി വെച്ചിരിക്കുന്ന സംഘാംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റിലാക്കിയിട്ട് ഞങ്ങൾക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കും. അതും നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി മാത്രം. അതിന്റെ വഴിക്ക് പോകും. അതിനകത്തൊന്നും ഞങ്ങൾക്ക് ഇടപെടാനൊക്കത്തില്ല. അവരത് കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് അവരുടെ ജോലി ചെയ്തോളൂ. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. അത് നിങ്ങളായാലും ഞാനായാലും കാത്തിരിക്കണം. പക്ഷെ ഇതിവിടെ ഒന്നും അവസാനിക്കില്ല. സഹകരണ പ്രസ്ഥാനങ്ങൾ മുഴുവൻ വരച്ച വരെ നിർത്തുന്നത്, ചങ്ങലക്കിടുന്ന ഒരു കാലം വരും. അതിൻ്റെ നിയമനിർമ്മാണത്തിന് വേണ്ടി പാർലമെന്റിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിനും മാത്രമല്ല കേരളത്തിൽ, ഇന്ത്യയിലെ തന്നെ വിവിധ പ്രദേശങ്ങളിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളിലെ ആധമത്തെ ചങ്ങലക്കിടുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനായി ശബ്ദമുയർത്തുന്ന കേരളത്തിലെ MP ആയിരിക്കും ഞാൻ എന്നത് അധിക വാക്കാണ്. അത് നടപ്പിലാക്കി കൊടുക്കാൻ. അങ്ങനെ ഒരുത്തനും വേർക്കാത്ത പണവും അതിന് പെർഫ്യൂം അടിച്ചു കൊണ്ടുപോയി സൂഹിക്കേണ്ട ആവശ്യമില്ല. അധ്വാനിച്ചുണ്ടാക്കുക അല്ലേ? ആധാർ കാർഡും പാൻ കാർഡും ഇല്ലാത്ത മഹാന്മാർക്കാണ് 12-15 കോടി ബാങ്കിൽ ഡെപ്പോസിറ്റ്. ഇത് ഏത് രാജ്യമാണ്? കേരളം സംസ്ഥാനം മാത്രമല്ല, രാജ്യമൊന്നുമല്ലല്ലോ. അപ്പൊ രാജ്യം അതിനകത്ത് ഇടപെടും. അത് രാഷ്ട്രത്തിന്റെ മക്കൾക്ക് വേണ്ടിയാണ് ആ ഇടപെടൽ. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കുറ്റമുണ്ടെങ്കിൽ ശിക്ഷയുണ്ടാവും. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടാം. ആരും കണ്ണീരൊഴുക്കില്ല അല്ലേ? അപ്പൊ താമരച്ചിഹ്നം മറക്കണ്ട. എന്നെ വിജയിപ്പിച്ച് വെന്നിക്കുടി പാലിച്ച് പാർലമെന്റിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം.